ഒരു കരിഞ്ഞ മണം വരുന്നുണ്ട്, എന്താന്ന് അറിയില്ല. ഹേയ് ഗൈസ്, വാട്ട്സ് അപ്പ്? നമ്മള് മൂന്നാർ റൈഡിൽ നമ്മളെ വണ്ടിക്ക് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. പ്രശ്നങ്ങൾ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഒന്ന്, നമുക്കൊരു GPS മൗണ്ട് ഇല്ല, പ്രോപ്പർ ആയിട്ടൊരു GPS മൗണ്ട് ഇല്ല വണ്ടിക്ക്. അപ്പോൾ GPS മൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലുള്ള ആൾക്കാർ ഡയറക്ഷൻ ഒക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നെ പോലത്തെ ആളാണ് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ റൈഡിലേക്ക് അയ്യോ സോറി ഗൈസ് 360 ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. കട്ട് ചെയ്യണോ? വേണ്ട, ഇത് വർക്ക് ആവുന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. ഇതിനകത്ത് 360 അതിന്റെ ഒരു സെൽഫി സ്റ്റിക്ക് ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നു. വർക്ക് ആവോ ഇല്ലെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളെന്ന് പറയുന്നത് എന്നെ പോലെ ഒരാളാണ് ബാക്കിൽ നിന്ന് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ ആ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് പണി തീരും. ഡയറക്ഷനും തെറ്റിച്ച് ഫോണും താഴെ വീഴ്ത്തി ലെഫ്റ്റിൽ പോകേണ്ടത് റൈറ്റിൽ പറയും, റൈറ്റിൽ പോകേണ്ടത് ലെഫ്റ്റിലും പറയും. ബാക്കിൽ അതേപോലെ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഇരുന്നിട്ട് ഫോണൊക്കെ പിടിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കൂട്ടത്തില് 360 കുറച്ച് സിനിമാറ്റിക് ഷോട്ടൊക്കെ എടുക്കല് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് തന്നെ നമ്മള് ഇവളുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇടതുവശത്താണ് കേട്ടോ, ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ് ഗൈസ്. അതുകൊണ്ട് നമ്മള് ഇത് GPS മൗണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തേതും ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വണ്ടിക്ക് ലൈറ്റ് ഇല്ല ഗൈസ്. ലൈറ്റ് ഇല്ല ഇൻ ദി സെൻസ് ഓൾറെഡി അവർക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലൈറ്റ് ഉണ്ട്, പക്ഷെ അതുകൊണ്ട് റോഡിലൊന്നും കാണില്ല എന്ന് 3-4 ട്രിപ്പോടെ മനസ്സിലായി. ഏതെങ്കിലും ഒരു വണ്ടീന്റെ ഹെൽപ്പ് വേണം, ബാക്കിലോ ഫ്രണ്ടിലോ മര്യാദക്ക് ഹെഡ് ലൈറ്റ് ഇല്ല. ഈവൻ ഡിയോന് പോലും നമ്മുടെ വണ്ടീനെക്കാളും ലൈറ്റ് ഉണ്ട്. ഫുള്ള് റോഡിൽ ഭയങ്കര വിസിബിലിറ്റി ഉണ്ട് അവരുടെ വണ്ടി, അവരുടെ ഹെഡ് ലൈറ്റിന്. നമ്മുടെ ഒന്നും കാണില്ല, 1 മീറ്റർ അപ്പുറത്തേക്ക് ഒന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഓക്സ് ലൈറ്റ് ഫിറ്റ് ചെയ്യണം, ഓക്സിലറി ലൈറ്റ് 2 ഫിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. പക്ഷെ ഓക്സിലറി ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് അത് വണ്ടി ഓടിക്കുന്നത് റെസ്പോൺസിബിൾ ആയിട്ട് വണ്ടി ഓടിക്കുക, ബാക്കിയുള്ളവരുടെ കണ്ണിലേക്ക് അടിക്കാതെ നമ്മുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓക്സ് ലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റ് മൗണ്ട് വെക്കുന്നില്ല, ഹെൽമെറ്റിൽ ക്യാമറ വെക്കുന്നില്ല. കാര്യം ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മുടെ നാട്ടിൽ അത് വെക്കാൻ പാടില്ലെന്നാണല്ലോ. അതുകൊണ്ട് ഹെൽമെറ്റിൽ വെക്കുന്നില്ല. മിക്കവാറും 360 റെക്കോർഡിംഗ് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം എന്തായിരിക്കും എന്ന്. ബൈ ഗൈസ്. വിജൃംഭിച്ച് നിൽക്കുന്ന ഒഡീസികൾക്കാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണാൻ പറ്റുന്നത്. ആൾക്കൂട്ടത്തിൽ നിന്ന് സംസാരിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് സംസാരിക്കില്ലല്ലോ, ഇല്ല. ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. ഇവര് നല്ല സൗണ്ടിൽ വീഡിയോ ഒക്കെ വീഡിയോ ഓഡിയോ വെച്ചിട്ടുണ്ട്. പിന്നെ 2 മണിക്കാണ് ഇവരുടെ ഇനി പണി തുടങ്ങുക. 2 മണി വരെ ഫുഡിന്റെ ബ്രേക്കാണ്. ഇപ്പോൾ 2 മണിക്ക് വെച്ചിട്ട് 2 മണിക്കൂർ എടുക്കും ഇത് ആക്കി കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ മിക്കവാറും ഞങ്ങൾ ലുലുവിൽ പോയിട്ട് ഒരു സിനിമയെല്ലാം കണ്ടിട്ടായിരിക്കും വരിക. ഇതാണ് ഇവരുടെ ഷോപ്പ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ റൈഡിങ് ബൂട്ടൊക്കെ ഉണ്ടോ? എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം മതി. നമ്മുടെ ഗോവൻ റൈഡിന് മുമ്പ് ഇങ്ങനത്തെ ഒരു സാധനം വേണ്ടേ? നടക്കാൻ പറ്റില്ല. മാഡോഗിന്റെ എത്ര വരുന്നത്? മാഡോഗിന്റെ പല റേഞ്ച് ഉണ്ട്. എക്സിന് കുറച്ച് ഇത് കൂടുതലല്ലേ, പവർ കൂടുതൽ വേണ്ടേ? നമുക്ക് ലൂമിനസ് ആയാലും 3 നമ്മുടെ ലെങ്ത് ഉണ്ടല്ലോ, ബൾബ് 3 ബൾബ് ഉള്ളത് മാറി 4 ബൾബോ. പിന്നെ ഇതിന് കൂടുതൽ കറണ്ട് എടുക്കില്ല അതിന്റെ? ഇല്ല, ആംബിയർ ആയാലും 3.2 തന്നെ വരണം. അതിനേലും അഡ്വാൻസ് ആയിട്ടുള്ളതാണ് ആൽഫ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ ബൾക്കായിരിക്കും. ഇതിനു മുമ്പ് വെച്ചതൊക്കെ പിന്നെ ബാറ്ററി ഭയങ്കര ഡ്രെയിൻ ആക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇത് ബാറ്ററി അങ്ങനെയാണ് ആവശ്യം കൊടുത്തിട്ടുണ്ടാവുക, അങ്ങനെയായിരിക്കും. അതിന് അറിയില്ല. ഒരു തവണ പിന്നെ മഴ പെയ്ത സമയത്ത് അതിൽ നിന്ന് പുകയെല്ലാം വരാൻ തുടങ്ങി. പിന്നെ ഒരു തവണ ബാറ്ററി ഒരു പ്രാവശ്യം മാറ്റേണ്ടി വന്നു, ഓണാവുന്നില്ല. പിന്നെ നമുക്ക് ഇതില് ഹാർനസ് തന്നെ വരുന്നുണ്ട്, കമ്പനി വേറെ യൂസ് ചെയ്യണ്ട. ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആയിരിക്കും. ഡയറക്റ്റ് ബാറ്ററിക്ക് 2 പിന്നെ 2 ഫോഗിക്കും. ഒരു
ഇത് വരുന്നത് സ്വിച്ചിങ് മാത്രം. അഡീഷണൽ വേറെ എക്സിന് എത്രയാണ് വരിക? ഇത് നമുക്ക് 5750 ആണ് വരിക. നമുക്ക് ഫോഗ് ലൈറ്റിന് വരിക. ഇതിന്റെ ഹാർനസിന് ഒരു 1000 റുപ്പീസ്. പിന്നെ സ്വിച്ചില് 2 വേരിയന്റ് ഉണ്ട്, നോർമലും ഉണ്ടാവും പ്രോ വേരിയന്റ് ഉണ്ട്. നോർമൽ 599 പ്രോ വേരിയന്റ് 1499 വരിക. അതിലെന്താ വ്യത്യാസമുള്ളത്? അതിൽ വാറന്റി ഉണ്ടാവും, വിത്ത് വാറന്റി വരും. പിന്നെ അതിന്റെ പാക്കിംഗ് ക്വാളിറ്റി നല്ല ഡിഫറെന്റ് ആയിരിക്കും, വാട്ടർ പ്രൂഫ് ആയിരിക്കും വരുന്നത്. പിന്നെ സീൽഡ് ആയതുകൊണ്ട് ഓപ്പൺ ചെയ്യാത്ത ഇത് നോർമൽ വരുന്നത്. നോർമൽ സ്വിച്ച് വരുന്നു. പ്രോ വേരിയന്റ് ഓ, പിടിക്കുമ്പോൾ തന്നെ വ്യത്യാസം അറിയാം. ഡിഫറൻസ്. പിന്നെ നമുക്ക് ഇത് വെക്കാനായിട്ട് ഫോർക്കിന്റെ അവിടേക്ക് സെപ്പറേറ്റ് ക്ലാമ്പ് വരുന്നുണ്ട്. അതാകുമ്പോൾ ഹാൻഡിലിന്റെ സെയിം റൊട്ടേഷനിൽ കിട്ടും. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വന്നാലോ? പേര് നമ്പർ ഇല്ല, ഞാൻ തരാം. എല്ലാവരും മോട്ടോഴ്സിൽ പോയിട്ട് ഇവരെന്തൊക്കെയൊക്കെയോ സംസാരിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ മിണ്ടാതൊരു മൂലയ്ക്ക് നിന്നു. ഓക്സിലറി ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നു, പൈസ എൻ്റെ കണക്ക് പറയുന്നു. ഭാഗ്യത്തിന് ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കിതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് വണ്ടി ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ 2 മണി വരെ ലഞ്ച് ബ്രേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുക്കുമായിരിക്കും. 6 മണി വരെ അവരുടെ ഷോപ്പുള്ളൂ. അപ്പോൾ ഏതെങ്കിലും തിയേറ്റർ പടം ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ സമയത്ത് പടമൊന്നുമില്ല. ഇപ്പോൾ സമയം 2 മണിയാവുന്നു. എന്നാൽ പിന്നെ പോയിട്ട് ഫുഡ് കഴിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് എടപ്പള്ളി ലുലുവിൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണിപ്പോൾ കറണ്ട് അപ്ഡേറ്റ്. ബാക്കി വണ്ടി ഇട്ടിട്ട് പറയാം. അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ഓരോ കാര്യങ്ങൾ വേണം. ലിറ്ററലി ആ ഷോപ്പിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇപ്പൊ ഫിറ്റ് ചെയ്തേനെ. പൈസ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്തേനെ. ആകെ ചെയ്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹാൻഡിൽ ബാർ റേസർ, പിന്നെന്തായിരുന്നടാ നമ്മുടെ സ്റ്റാൻഡിന്റെ അടിയിൽ വെക്കുന്ന ഒരു സാധനം, ഫോഗ് ലൈറ്റ്, പിന്നെ വേറെ ഏതോ റേഡിയേറ്റർ ഗ്രില്ല്. റേഡിയേറ്റർ പിന്നെ വേണ്ടല്ലേ, ഗ്രില്ലൊക്കെ വേണ്ടല്ലേ. ബ്രേക്ക് ഫ്ലൂയിഡ് കാണുന്നൊരു ഹാൻഡിൽ ബാർ ഹാൻഡിലും കൂടി ഉണ്ടായിരുന്നു. അതും കൂടെ എടുത്തേന് വെറും 5000 രൂപ എന്ന് പറഞ്ഞു. അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. സീനമല്ല, നല്ല ഹോട്ടലാണോടാ. എല്ലാവരും കാത്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരിക്കുന്ന ഹോട്ടലിലേക്കൊന്നും നമ്മൾ പോകരുത്. നമ്മള് മിക്കവാറും സഫാറിൽ ബിരിയാണി സഫയർ ബിരിയാണി. എന്നാ പിന്നെ ബിരിയാണി അടിച്ചിട്ട് കണ്ടാ പോലെ. റേഡിയേറ്റർ ഗ്രില്ലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോക്കറ്റ് ഓൾറെഡി ഫിറ്റായി. ഇനിയിപ്പോൾ സ്റ്റാൻഡിൻ്റെ അടിയിൽ വരുന്നൊരു എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു സ്ഥലം ഏരിയ കിട്ടുന്ന രീതിയിലൊന്ന് വെക്കുമല്ലോ, അത് ബാക്കിയുണ്ട്. എങ്ങനെയുണ്ട് ഹാൻഡിൽ ബാർ മാറ്റിയിട്ട്? ഹാൻഡിൽ ബാറല്ല, റേസർ വെച്ചിട്ട് അത്യാവശ്യം ലെങ്ത് കൂടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഹൈറ്റും കുറച്ച് അടുത്തേക്കായി. നിന്റെ കാണുന്നില്ല, കുറച്ച് അടുത്തേക്കായി. അത് ലൈറ്റിന്റെ സ്കൗട്ട് എക്സ്. ഇതിപ്പോ ആരുടെയും മുഖത്തൊന്നും അടിക്കാതെ കറക്റ്റ് റോഡിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാക്കണം. രാത്രി നോക്കാം. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. 16,500 രൂപ. 17,000 ലിറ്ററിൽ 16,700 തോന്നുന്നു. 16,700. അതിൽ 3,000 രൂപ ടാക്സ് ആണ്. CGST 9%. സ്റ്റേറ്റിന്റെ സെൻട്രലിന്റെ എല്ലാം കൂടിയിട്ട് ഏകദേശം 3,000 എനിക്ക് തോന്നുന്നത് ആ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടഡ് ലൈറ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അതിന് ഇത്രയും പൈസ കൂടുതൽ. ഇമ്പോർട്ടഡ്. നമ്മൾ ഓക്സ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പം നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, വർക്ക് ചെയ്യുന്നുണ്ടോ, പൊസിഷനിങ് ഒക്കെ കറക്റ്റ് ആണോ, നാട്ടുകാരുടെ കണ്ണിലേക്കാണോ പോകുന്നത്, പോലീസ് പിടിക്കുമോ ഒക്കെ ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പം നമുക്കത് ടെസ്റ്റ് ചെയ്തിട്ട് വന്നാലോ. ബാ പോയിട്ട് വരാം. അപ്പോൾ കഴിച്ച് നമുക്ക് ലൈറ്റ് ടെസ്റ്റ് ചെയ്യാം വണ്ടീൻ്റെ. ഇത് നോർമൽ ലൈറ്റ്, ഡിമ്മിലുള്ള ലൈറ്റ്. നമുക്കിതിനെ ഒന്ന് ബ്രൈറ്റ് ചെയ്ത് നോക്കാം. ഇത് ബ്രൈറ്റ്, ഫ്രണ്ടിലൊന്നും കാണില്ല, നേരെ മതിൽ 2 സൈഡും കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിപ്പം ഡിമ്മാക്കി ലൈറ്റ് ഓഫാക്കി ഓക്സ് ലൈറ്റ് ഇടാം. ഓഹോ, അടിപൊളി. ഒരു രക്ഷയില്ല. ഇത് നേരെയാണ്. ആടെയും അറിയിക്ക്. കണ്ണിലടിക്കുന്നുണ്ടോ നോക്കിയിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ടാ
കുറച്ച് താഴട്ടെ, അഡ്ജസ്റ്റ് ചെയ്തോ. ഓക്കെ, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. രണ്ട് കണ്ണിലടിക്കരുത്, മാക്സിമം സൂക്ഷിക്കുക. ശരിക്കിപ്പോ ഹെഡ്ലൈറ്റിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു, പക്ഷെ ഇത് ഭയങ്കര കൂടുതലാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നു. ഓഫ് ആവുന്നുണ്ട് കേട്ടോ വണ്ടി. ഓണാക്കാം. ഇല്ല ഇല്ല ഇല്ല, കാറിലേക്ക് അങ്ങനെ അടിക്കുന്നില്ല. ഒരു കരിഞ്ഞ മണം വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. നോക്കാം. അവിടെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ട്രക്കുകളുടെ ഇവിടെ നിർത്തണോ? ഊരി നോക്കട്ടെ ഹെൽമെറ്റ്. നമ്മുടെ വണ്ടീന്റെ അല്ല, ഞാൻ അതാ പറഞ്ഞു, നേരത്തെ പറഞ്ഞില്ലേ അവിടുത്തെ കുറെ ലോറികള്. ഇത് നമ്മൾ ബ്രാൻഡഡ് സാധനം ഇട്ടോ. എന്താ പേര്? മാഡ് മാക്സോ എന്തോ. അത് നമുക്ക് വീട്ടിൽ പോയി നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം. ഓവറോൾ പെർഫോമൻസ് ലൈറ്റ് ഇപ്പൊ റോഡ് കാണുന്നുണ്ട് മര്യാദക്ക്. ആൾക്കാരുടെ കണ്ണിലൊന്നും കൊള്ളുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വണ്ടീന്റെ മേജർ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ ബൈ.